താങ്ക് യു. നമസ്കാരം. നമസ്തേ. ഞങ്ങള് നമസ്തേ. എന്തുണ്ട് വിശേഷം? ഞാൻ കണ്ടിട്ടുണ്ട് സാറിനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട്. ഷൂട്ടിന് തിരക്കിലാണെന്ന് അറിയാം. അതെ സാർ. ഞങ്ങൾ വന്നത് ആളുകൾക്ക് ഈ ട്രാഫിക് അവയർനെസിനെ കുറിച്ച്, റോഡ് സുരക്ഷയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലാസ്. ഓ തീർച്ചയായിട്ടും. സാധാരണ ഇവിടെ അത് സമ്മതിക്കില്ല. അല്ല, എന്താ ഇവിടെ വെച്ച് നടത്തണമെന്ന് അത്ര നിർബന്ധം? ആള് കൂടുന്നിടത്ത് ക്ലാസ് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഞങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ എല്ലാ ആളുകളും ഓടി പോവുകയാണല്ലോ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പം വന്നു കഴിഞ്ഞാൽ ആളുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പൊ തീർച്ചയായും നിങ്ങളുടെ അടുത്തൊക്കെ ആളുണ്ടാവും. സാധാരണ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇങ്ങനെ ഒന്നും ചെയ്യിക്കാത്തതാണ്. പക്ഷെ ഇതൊരു അവയർനെസ് ആയതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു പക്ഷേ ഇതുകൊണ്ട് ഒരു വലിയ പ്രയോജനം തന്നെ ഉണ്ടാവും. തീർച്ചയായും. ട്രാഫിക് അവയർനെസിനെ കുറിച്ച് പ്രത്യേകിച്ച് മഴക്കാലമാണ് വരുന്നത്. മഴക്കാലത്ത് റോഡ് അപകടങ്ങൾ പെരുകുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും അത് റോഡ് അപകടങ്ങൾ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ക്ലാസ് ആയിരിക്കും ഇവരെടുക്കാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. നിങ്ങളുടെ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. എന്തായാലും വളരെ പെട്ടെന്ന് തീർക്കാം. താങ്ക് യു. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. അപ്പൊ എന്തായാലും നമ്മള് ട്രാഫിക് അവയർനെസിനെ കുറിച്ച് നമുക്കറിയാം. റോഡ് അപകടങ്ങൾ ഒരുപാട് പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ റോഡ് സുരക്ഷ, നമ്മൾ വെറുതെ ഒരു വണ്ടി വാങ്ങിയിട്ട് അതിങ്ങനെ ഓടിച്ചു പോയിട്ട് കാര്യമില്ല. ആ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ കൈവശം വെക്കേണ്ടതായിട്ടുള്ള നിരവധി രേഖകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്നിട്ടുള്ള നിങ്ങളിപ്പോ ഇത്രയും പേര് ഈ ക്ലാസ്സിൽ വന്ന് റെഡി ആയിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതിനകത്ത് ലൈസൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുക. ലൈസൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ലൈസൻസ് ഇല്ല, ഇങ്ങോട്ട് വരും, ഒന്ന് കയറി വരും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരാൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതുപോലെ നിയമലംഘനം നടത്താനായിട്ട് എത്ര ആളുകളാ ലൈസൻസ് ഇല്ല? ലൈസൻസ് ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല, തീരെ ഇല്ല. RC ബുക്ക് ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. RC ബുക്ക് ഇല്ല. ഇൻഷുറൻസോ? ഇൻഷുറൻസും ഇല്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്? അതുമില്ല. ഇതൊന്നുമില്ല. കണ്ടില്ലേ, ഇത്രയും ഒരു സാധനം ഞാൻ ചോദിച്ചുള്ളൂ. ലൈസൻസ് മാത്രമാണ് ഞാൻ ചോദിച്ചത്. കയറി വന്ന പുള്ളിയുടെ കയ്യിൽ ഈ പറയുന്ന പേപ്പർ യാതൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതാണോ ഇത്രയും കാലം നീ വണ്ടി ഓടിച്ചോണ്ടത്? ആണോ? ഇതൊന്നും ഇല്ലാതാണോ ഇത്രയും നാൾ വണ്ടി ഓടിച്ചോണ്ടത്? ഏതാ നിന്റെ വണ്ടി? സാർ, എനിക്ക് വണ്ടിയില്ല സാർ. വണ്ടിയില്ലേ? ഇല്ല. വണ്ടി ഓടിക്കാൻ അറിയോ? ഇല്ല, വണ്ടി ഓടിക്കാനും അറിയില്ല. അപ്പൊ പിന്നെ ഞാൻ കൈപോക്കാൻ പറഞ്ഞപ്പോ നീ എന്താ കൈപോക്കിയത്? അല്ല സാറ്, ലൈസൻസ് ഇല്ലാത്തൊരു കൈപോക്കാൻ പറഞ്ഞുകൊണ്ട് കൈപോക്കിയതാണ്. ഓ അങ്ങനെ നമ്മക്കിട്ട് പണി തരാൻ വേണ്ടി കയറി വന്നാണ് അല്ലേ? അതെ, വണ്ടി ഓടിക്കാത്ത ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ എനിക്ക് നിയമമില്ല. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരുത്തന്റെ വണ്ടിന്റെ പിറകെ കയറിയിട്ട് എന്റെ മുന്നിലൂടെ ഏതെങ്കിലും നാളിൽ പാസ് ചെയ്ത് പോയാ നിനക്കുള്ള പണി ഞാൻ അപ്പ തരാം. പോയിരിക്കും കേട്ടാ. കണ്ടോ, ഇതുപോലാണ്. എന്നിട്ട് എല്ലാവരും പറയാം എന്താ, നമ്മളിപ്പം സാധാരണ ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നിട്ടും പത്രക്കാരും ആൾക്കാരൊക്കെ പറയണം എന്താ, പോലീസുകാർ വാഹന പരിശോധനയുടെ പേരിൽ എല്ലാ ആളുകളെയും പീഡിപ്പിക്കുന്നു. നമ്മളെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. സത്യം പറയാ, ഇതുപോലുള്ള ഓരോരോ കേസ്. ഒരാളെ കിട്ടിയാണ് കടത്തി വിടട്ടെ. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ സൗന്ദര്യം അവിടെ നടന്നു നോക്കുകയല്ല വേണ്ടത്, എന്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്. കാരണം അവിടെ ഞങ്ങൾ സ്ക്വാഡ് ചെക്കിങ് നടത്തുന്നുണ്ട്. അവിടെ ഓരോരുത്തരെ പിടിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് നിയമലംഘനം പിടിച്ചിട്ടില്ല ആരെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങോട്ട് പറഞ്ഞേക്ക്. ഇവിടുന്ന് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഏതൊക്കെ പേപ്പറുകൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിക്കും. അതൊക്കെ കയ്യിൽ വെക്കേണ്ടി വരും. ഇങ്ങോട്ട് കയറി വരാൻ പറ. എന്തേന്നോ എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ പിടിച്ചവിടെ? അല്ല, ഞാൻ എന്റെ സ്കൂട്ടറായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരു പോലീസുകാരെങ്ങനെ അവിടെ തടഞ്ഞിരിക്കും. ഞാൻ വിചാരിച്ചു ലിഫ്റ്റ് ചോദിച്ചാന്ന്. നിർത്തി കൊടുത്ത് കേറിക്കോളാൻ പറഞ്ഞ ഇറങ്ങടാന്ന്. എന്നോട് എന്റെ വണ്ടീന്റെ മുകളിൽ ഇറങ്ങടാന്ന്. എന്റെ വാപ്പ വരെ ഇടാപാടാന്ന് വിളിച്ചില്ല. ഞാൻ ഇറങ്ങി കൊടുത്തിട്ടോ. ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ആയിക്കോട്ടെ തലയിലൊന്നും ഇല്ലാന്ന്. അത് കണ്ടാലും മനസ്സിലാവും തലയിലൊന്നുമില്ല. അല്ല, അതല്ല, വേറെ ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ് വിളിച്ചത്. ശരി, ഹെൽമെറ്റ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഒരു പാടുമില്ല, നല്ല സുഖമായിട്ട് ഓടിക്കുക. അതെങ്ങനെയല്ല, ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഒരു നിയമമില്ല. എന്താ പേര്? പേരോ? പേര് അയമുട്ടി. ബാപ്പന്റെ പേരെന്താ? ബാപ്പന്റെ പേര് ബാപ്പുട്ടി. ഉമ്മാന്റെ പേര്? ഉമ്മൂട്ടി. നിങ്ങൾ മമ്മൂട്ടിന്റെ ആരെങ്കിലാ? എല്ലാരും പറയുന്നുണ്ട് മമ്മൂട്ടിന്റെ എന്തോ കുടുംബാണെന്ന്. എന്നെ കണ്ട് ചെറിയൊരു ചായ ഉണ്ട് മമ്മൂട്ടിന്റെ. മമ്മൂട്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളെ? മമ്മൂട്ടി കണ്ടില്ല. കാണണ്ട. എങ്ങോട്ട് എത്ര തിരക്ക് പിടിച്ചു? നമ്മള് വെളിച്ചെണ്ണ വിൽക്കാൻ പോവുക. വെളിച്ചെണ്ണയുടെ പരിപാടി എനിക്ക്. വെളിച്ചെണ്ണ? അയമുട്ടി വെളിച്ചെണ്ണ, പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ, അമ്മായിട്ട വെളിച്ചെണ്ണയാണ്. അങ്ങനെ? അതാ അടിപൊളി വെളിച്ചെണ്ണ. വെളിച്ചെണ്ണന്റെ കമ്പനിയുടെ പേരാണ്? ആ കമ്പനിയുടെ പേരായിരുന്നു. ആ കമ്പനിയുടെ ആളാണ്? കമ്പനിയുടെ മുതലാളിയാണോ? മൊലാലിയാണ് നമ്മള്. പക്ഷെ വേറെ മൊലാലി ഉണ്ട്. മൊലാലിയാണ് മൊലാലി, നമ്മളാണ് മൊലാലി. അപ്പൊ ആരാ ശരിക്കുള്ള മുതലാളി? മൊലാലി ഇപ്പൊ വെളിച്ചെണ്ണായിട്ട് പോവാണ് ഇപ്പൊ. മൊലാലിയാണ് മൊലാലി, ഞാനാണ് മൊലാലി.
അപ്പൊ ഈ യഥാർത്ഥ മുതലാളി എവിടെയാണ്? മൊലാളി ഗൾഫിലാ. ശരി, ഇവിടെ ഇല്ല. മൂപ്പര് പല ബിസിനസ് ആയിട്ട് വെളിച്ചെണ്ണന്റെ ബിസിനസ് ആയിട്ട് ഇപ്പൊ ഗൾഫിലാ. മുതലാളി ഗൾഫിൽ പോയി. ഗൾഫിൽ പോയതാ. അപ്പൊ ഇന്നെ മൊത്തം വെളിച്ചെണ്ണ മൊത്തം ഇപ്പൊ എന്റെ തലയിലാ. പിന്നെ ഒന്ന് കുളത്തിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ചാലോ? വെളിച്ചെണ്ണ തലയിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അല്ല, അങ്ങനെയല്ല, ഇതിന്റെ ഉത്തരവാദിത്തം ഒന്നായിട്ട് എന്റെ തലയിലാ. അങ്ങനെ ഏൽപ്പിച്ചു പോയതാണല്ലേ? മുതലാളി ഇപ്പൊ ശരിക്കും എവിടെയാ? മൂപ്പര് ഗൾഫില്. ഗൾഫിൽ എന്താ പരിപാടി? ഗൾഫിൽ ഇപ്പൊ മറ്റേ കൃഷിയാ. എന്ത് കൃഷി? മരുഭൂമി, ഏക്കർ കണക്കിന് മരുഭൂമി എടുത്തിട്ട് തെങ്ങും തോട്ടം. ഗൾഫിലോ? ഗൾഫില്. ഞമ്മളെ മുതലാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തേങ്ങ എടുക്കില്ല. കേരളത്തിൽ തേങ്ങ വലിച്ച ആളെ കിട്ടാനില്ലല്ലോ. നമ്മൾ തേങ്ങൽക്കാരന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓനെ കൾട്ടറ പവറാ. തേങ്ങ വലിച്ചിടാൻ ആളെ കിട്ടില്ല, ഭയങ്കര പ്രയാസമാണ്. ആള് വരൂല. അപ്പൊ ഗൾഫില് തോട്ടം തുടങ്ങിക്കുക. ഗൾഫിലാണ് ഈ ആളെ കിട്ടും. ഗൾഫിൽ അറബിയാ വലിക്കുക? അറബിയല്ല, ഗൾഫിൽ ഒട്ടകം. അറബി ഒട്ടകോ? അല്ല, ഒട്ടകം. അത് ശരി, ഒട്ടക വലിക്കുക. ഒട്ടകം തേങ്ങ വലിക്കും. ഒട്ടകത്തിന് വലിയ നീണ്ട കൈത്തല്ലേ, ഈ കൈത്തിന്റെ മുകളിൽ ഒരു അരിയാൾ വെച്ച് കെട്ടു. എന്നിട്ട് ഒട്ടകം ഇങ്ങനെ തേങ്ങ വലിക്കും. ഇങ്ങനെ ഒട്ടകം വലിക്കാനാണ് നല്ല രസമാണ്. എന്നിട്ട് ആ തേങ്ങ ഒന്നായിട്ട് വാരി കൂട്ടിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊടുത്തേക്ക്. നിന്റെ മുതലാളിക്ക് വിവരമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായി. ഇപ്പൊ മുതലാളിക്ക് വിവരമില്ലാന്നുള്ള മനസ്സിലായില്ലേ? ഇവിടെ അവിടെ നിന്ന് ആ തേങ്ങ അപ്പൊ തന്നെ പൊളിച്ച് അവിടെ നിന്ന് തന്നെ കൊപ്പരയാട്ടിട്ട് അവിടെ തന്നെ വെളിച്ചെണ്ണാക്കി അവിടെ വിറ്റാ പോരെ? അത് ചെകിരി അവിടെ ഒഴിവാക്കാൻ പറ്റൂല. ചെകിരി ഒഴിവാക്കാൻ പറ്റൂല, ചിരട്ട ഒഴിവാക്കാൻ പറ്റൂല. ഈ ചെകിരി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ ചെകിരി തച്ച് പരത്തിയിട്ട് ഇത് ഇതാക്കാം, എന്ത് കയറാക്കാം. എന്നാ പിന്നെ ആൾക്കാർക്ക് തൂങ്ങിച്ചാവാലോ. അല്ല, തൂങ്ങിച്ചാവ ഉപയോഗിക്കാം. ചിരട്ട മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാലോ. അങ്ങനെയുണ്ട്. ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിസിനസ് ആണ് മുതലാളിക്ക്. ഇത് മാത്രല്ല, മുതലാളി ഇപ്പൊ അവിടെ എണ്ണപ്പാടം തുടങ്ങിയിട്ടുണ്ട്. എണ്ണപ്പാടോ? എണ്ണപ്പാടം. പെട്രോളിന്റെ? പെട്രോളല്ല, പിന്നെ നല്ലെണ്ണേന്റെ പാടം. നല്ലെണ്ണേന്റെ പാടം ഗൾഫിലോ? ഗൾഫില്. വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടുന്ന് എണ്ണ ആട്ടിയിട്ട് എണ്ണ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക ഫ്ലൈറ്റില്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ പാടത്തൊക്കെയാണ്ട് ഒഴിക്കുക. എണ്ണ ഇങ്ങനെ നിറയും. നീ അതിന്റെ അകത്ത് അറബികൾക്ക് മുക്കി കൊടുക്കുക. അല്ല, ഞാൻ അറിയായിട്ട് ചോദിക്കുക, എന്റെ മുതലാളിക്ക് തലക്കെന്തും തകരാറുണ്ടോ? മുതലാളിക്ക് തരാറുണ്ട്, എനിക്കും തരാറുണ്ട്. അല്ല, മുതലാളിക്കാണ് തരാറ്, എനിക്കും തരാറ്. അത് ശരി. അത് വൈബ്രേഷൻ. വൈബ്രേഷൻ. ഓ, എന്താ? ഹലോ മുതലാളി. ഹലോ, മുതലാളി അല്ലേ? അല്ല, അയ്മുട്ടി വെളിച്ചെണ്ണല്ലേ? വെറും വെളിച്ചെണ്ണ, പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ, അമ്മായത്തെ വെളിച്ചെണ്ണ. ഹലോ. ഹലോ, പറഞ്ഞോളി. കുറച്ച് വെളിച്ചെണ്ണ വേണ്ടി അതിന്റെ ആവശ്യത്തിന് വിളിച്ചാണ്. വെളിച്ചെണ്ണയോ? വെളിച്ചെണ്ണ ഉണ്ടാവോ? വെളിച്ചെണ്ണ ഞാൻ ഇപ്പം പീഡിയയിലല്ല, ഞാൻ ഇപ്പൊ ഇപ്പൊട്ടാംസിന്റെ മുന്നിൽ കുടുങ്ങി കിടക്കുക. ഹലോ, എന്താ അതൊന്നുമില്ല, വെളിച്ചെണ്ണ ആട്ടുക. വെളിച്ചെണ്ണ ഉണ്ടാവോ? വെളിച്ചെണ്ണ ഉണ്ട് ഇഷ്ടം പോലെ. വേണ്ടാണ്ട് പീഡിയയിൽ കെട്ടിക്കിടക്കുക, ആരും വാങ്ങാണ്ടേ. അല്ല, വെളിച്ചെണ്ണക്ക് ഇപ്പൊ എന്താ വില? വെളിച്ചെണ്ണക്ക് ഇപ്പൊ എന്താ വില? എന്നോടാ ചോദിക്കുന്നത് വെളിച്ചെണ്ണക്ക് എന്താ വില? എന്ത് വില ഉണ്ട് ഇപ്പൊ? എന്ത് വില ഉണ്ട്? 150 തോന്നുന്നുണ്ട്. 150. അപ്പൊ അല്ല, നമുക്ക് കൊറേ ആവശ്യമുണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്ര ഉറുപ്പിക്ക് തരാൻ പറ്റും നിങ്ങൾക്ക്? മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇമ്പൊക്കൊരു 150 ഒരു 10 രൂപ കീച്ചിട്ട് 150 തരാൻ ഞാൻ. അല്ല, 150 10 രൂപ കീച്ച് കഴിഞ്ഞാൽ 150. ഞങ്ങോട്ടും കൊണ്ട് വർത്താനം വേണ്ട, 150 തരാം. അല്ല, അപ്പളേ നമുക്കൊരു 50 ലിറ്റർ വേണോ? 50 ലിറ്റർ ഒന്നായിട്ട് വേണമല്ലേ? 50 ലിറ്റർ ഒന്നായിട്ട് വേണോ? ഓ, അപ്പൊ മൊത്തത്തിൽ ഇനി എത്ര തരേണ്ടി വരും? അത് പറഞ്ഞാൽ മതി. മൊത്തത്തിൽ ഇപ്പൊ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വെക്കി. അതിനിവിടെ സമയമില്ല, തിരക്കാണ്. അല്ല, ഞാനിപ്പം വേറൊരു സ്ഥലത്ത് ഇവിടെ ഇപ്പൊ കൂട്ടാനുള്ള സാധനം നിങ്ങളൊന്ന് കൂട്ടി പറഞ്ഞേരി വേഗം. ഞാന് റോട്ടിന്റെ അവിടെ ഒരു കല്ലുണ്ട്. ആയില്ലേ? ഞാൻ കൂട്ടട്ടോ, പറഞ്ഞോളി. ആയില്ലോ. എത്ര? വെച്ചിട്ട് 50 ലിറ്ററിന് എത്രയാണ്? 151, 152. ആയോ? അയില്ല, മിണ്ടിട്ടാണ് മിണ്ടല്ലേ, അങ്ങോട്ട് മാറിക്കില്ല. ഹലോ, എന്താണ്? അല്ല, ഇത് എന്റെ ഇവിടെ പീഡിയയിലെ പണിക്കാരൻ കൊപ്പര കട്ടുണ്ട്. ചീത്ത പറഞ്ഞ 150. ആയോ? ആയില്ല, അത് വരച്ചോണ്ടിരിക്കുക. അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഹലോ, എന്താണ് അവിടെ? അതൊന്നുമില്ല, ഞാൻ ഇവനോട് പറയാത്. ഇത് ആയി വരട്ടെ. അത് ആയോ? ആയില്ല. ഇവിടെ ചോറായടാ. ആയോ? 1 2 3 4 5. ആയില്ല. ഫോണൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട്. ഹലോ, ഫോൺ ചെയ്ത്. ഹലോ, വെളിച്ചെണ്ണ ഉണ്ടാവില്ല. ചെങ്ങായി ഒന്നായിട്ട് കൊളാക്കി കഴിഞ്ഞു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞോളൂ. നിങ്ങൾ എന്തിട്ടാണ് നിന്റെ ഒരു ബിസിനസ് കൊളാക്കിയില്ല? നിങ്ങള് ഇവിടെ നിന്നെ വെളിച്ചെണ്ണ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നല്ല. നിന്നെ എന്തിനപ്പ അവിടെ ഇങ്ങോട്ട് പിടിച്ചു വെച്ച്? ഹെൽമെറ്റ് ഇല്ലാത്തൊരു കാര്യത്തിനല്ലേ? അതാണ് എന്റെ വണ്ടി. എന്റെ വണ്ടി തന്നെയാ അത്. എന്റെ അല്ല, മൊലാളിന്റെ. മൊലാളിന്റെ ആണ്, ഇന്ത്യയാണ്, മൊലാളിന്റെ ആണ്. ഈ കല്യാണം കഴിച്ചതാ? കുട്ടികളുണ്ടോ? 5 എണ്ണം. അതാരതാ? മൊലാളിന്റെ. അല്ലല്ല, അത് നിന്റെ സ്വന്തം. അപ്പൊ അത് മുതലാളിന്റെ അല്ല അല്ലേ? ഇപ്പൊ കാര്യം ചെയ്യ്, ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ?
ബുക്കും പേപ്പർ ഇത് വണ്ടി സ്കൂളിൽ പോവുക ബുക്കും പേപ്പറും വാട്ടർ ഇതൊക്കെ ആയിട്ട് ബുക്കും പേപ്പറൊന്നുമില്ലേ? എടാ എന്നാ പിന്നെ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? നിനക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാ പോരെ? അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ അതിന് ലൈസൻസിന്റെ ആവശ്യമില്ല. ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ കൈ കാണിക്കില്ല. പെട്രോൾ പോലും അടിക്കണ്ട. മലിനീകരണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലോ. അതിനൊരു പ്ലഗും ഉണ്ടാവും, ഒരു വയറുണ്ടാവും. ആ പ്ലഗ് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കുത്തുക, സ്വിച്ച് ഇടുക, ചാർജ് ചെയ്യുക, ഈ വണ്ടി ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക. അല്ലാന്ന് ഇത് കുത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോവാം. അല്ല ഇവിടുന്ന് ഞാൻ കോഴിക്കോടട്ടം പോണേ എത്ര മീറ്റർ വയറ് വേണ്ടി വരും? അതിൽ ഇങ്ങനത്തെ ഒരു 100 സ്കൂട്ടർ ഇറങ്ങിക്കഴിഞ്ഞാല് വയറ് നിറഞ്ഞിട്ട് റോട്ടിൽ നടക്കാൻ കഴിയോ? എന്നിട്ട് അതിന്റെ അപകടം വേറെ ഉണ്ടാവും. ഇമാരി കൊനസ്റ്റ് പിടിച്ച ചോദ്യങ്ങളായിട്ടാണല്ലോ വന്നത് അല്ലേ? ഒരു കാര്യം ചെയ്താൽ മതി. ഏതായാലും പോയിട്ട് ലൈസൻസ് എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വണ്ടിയായിട്ട് പോയാൽ ലൈസൻസ് ഉണ്ട് എനിക്ക്? ഇല്ല, ഞാൻ ഇല്ലല്ലോ. ലൈസൻസ് ഇല്ല. അപ്പൊ പിന്നെ അത് എടുത്തിട്ട് വരും കേട്ടോ. എവിടെയാ കിട്ടുക? സൂപ്പർ മാർക്കറ്റിൽ. ആണോ? ആണ് പോയാൽ കിട്ടും. ഏത് സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടുക? ഏടോ എനിക്ക് തീരെ വിവരമില്ല. ഇത് സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കിട്ടുന്ന സാധനമല്ല. നിങ്ങൾ ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ RT ഓഫീസ് എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനം. അപ്പൊ അവിടെ പോയിട്ട് അവിടെ ചില പരീക്ഷകളും പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലേ ലൈസൻസ് തരുള്ളൂ. ആർക്കാ പരീക്ഷ? ലൈസൻസ് ആർക്കാ? എനിക്ക്. അപ്പൊ പിന്നെ പരീക്ഷ ആർക്കാ? എനിക്ക് എഴുത്തുമാനെന്ന് അറിയില്ല. ഞാൻ പയ്യ 4ാം ക്ലാസ്. എഴുത്തും വായന പറയണ്ട. RT ഓഫീസർ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാണ്ട് അല്ലേ? നമുക്ക് ആർക്കാണെങ്കിൽ RTOന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇതിനൊക്കെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ഞാൻ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അതായത് നമ്മളിപ്പോ റോഡ് സൈഡിൽ 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും ഹെവി വെഹിക്കിൾ ആണെങ്കിലും എല്ലാം റോഡ് സൈഡിൽ നമ്മൾ ഒരുപാട് ചിഹ്നങ്ങൾ ഇങ്ങനെ കാണാമല്ലോ, ട്രാഫിക് ചിഹ്നങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കാണാം ഒരു പാലത്തിന്റെ മുകളിൽ ഒരു തോണിക്കാരൻ ഒരു വള്ളം ഊന്നിയിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിഹ്നം ഇങ്ങനെ കാണുക. ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? അടികൂടി തോണി തുഴഞ്ഞ ഒരാള് പോകുന്നുണ്ട്, അതിന്റെ കോല് മേലോട്ട് വന്നിട്ട് ആളെ കണ്ടു തൊട്ട് ശ്രദ്ധിച്ചോളൂ. ഇതാണോ മനസ്സിലാക്കുക? അങ്ങനെയുള്ള ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അടിയിൽ കൂടെ ജലഗതാഗത മാർഗമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായിണ്ടോ? അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ സോണുകളിൽ, അതായത് സ്കൂൾ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒരു ബാഗ് തോളിലിട്ടിട്ട് അന്മാമല ഉണ്ടോണേരി ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം കാണാം. ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? അത് ഞമ്മക്കുള്ളതല്ല, ഞമ്മളത്തെ 2 വീലർ അല്ലേ, അത് ബസ്സിലെ ഡ്രൈവർമാർക്കുള്ളതാ. എന്താ? ഇവിടെ സ്കൂളുണ്ട്, അവിടെ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ വണ്ടി നിർത്തിയില്ലേ കുട്ടികളെ കല്ലെടുത്ത് എറിയുന്നു. ഇതാണ് ഇപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നുമല്ല. പോട്ടെ, നിങ്ങളുടെ പിറകിൽ നിങ്ങളിപ്പോ 2 വീലറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സമയത്ത് നിങ്ങളുടെ പിറകിൽ ഒരാൾ ഇങ്ങനെ ഹോൺ അടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങൾ അയാളോട് കാണിക്കുന്ന സിഗ്നലാണ് അല്ലേ? ഇതിൽ നിന്ന് എന്താണ് അയാൾ മനസ്സിലാക്കേണ്ടത്? ഓട് നായെന്ന് ബൈബിളിൽ വാങ്ങാൻ തിരക്കേണ്ടാണ് പൊയ്ക്കോട്ടെ. എടോ ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നുമല്ല. അത് ഒരാളെ നമ്മൾ സ്വതന്ത്രമായിട്ട് കടന്നുവിടാൻ മുന്നിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇതൊന്നും അറിയില്ലല്ലേ. വേറൊരു കാര്യം, ഒരു തിരക്ക് പിടിച്ച ജംഗ്ഷൻ, ഒരു ഓണത്തിരക്ക്, ഒരു പെരുന്നാൾ തിരക്ക്, ഒരു ക്രിസ്മസ് തിരക്ക്. നിങ്ങൾ ആദ്യം എന്തിനാന്ന് ഉറപ്പിക്കും? ഒരു ക്രിസ്മസിന്റെ ഒരു പെരുന്നാളിന്റെ തിരക്ക്. ഈ പെരുന്നാൾ തിരക്കിന് ഇടയിലൂടെ നീ നിന്റെ 2 വീലറിൽ ഈ ജംഗ്ഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് മറ്റു വാഹനങ്ങളും ആളുകളുണ്ട്, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്റെ പിന്നിൽ ഒരാന. അല്ല പണ്ടാരക്കാല പെട്ടെന്ന് ആന അറിഞ്ഞ മനുഷ്യൻ പേടിച്ചോവില്ലേ? എന്നെ പേടിപ്പിക്കാനാ ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് വാ. ഇതിന് തിരിച്ചു വിളിക്കേണ്ട എനിക്ക് എന്താണെന്ന് അറിയാറ്റല്ല. പക്ഷെ ഇപ്പം പ്രത്യേക ഓർഡർ നിങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഈ ആന തുമ്പിക്കൈക്ക് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയിട്ട് എന്താ ആന ചിഹ്നം വിളിച്ചതാ. നല്ലൊരു കുളൂസ് ആയിക്കോട്ടെ. അങ്ങനെ വല്ലാണ്ട് കുളൂസാക്കണ്ട, മനസ്സിലായോ? ആന തുമ്പിക്കൈക്ക് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയിട്ട് നിന്റെ വണ്ടീന്റെ പിറകില് തൊട്ട് തൊട്ടില്ല. എന്താ ആന തൊട്ട് കളിക്ക? ആര്? ആനയോ? അല്ല നിങ്ങള്. നീ തൊട്ട് കളിക്ക? നിങ്ങളല്ലേ ചോദ്യം ഉണ്ടാക്കിയ ഞാനാ? ഇടും മതം പൊട്ടി ആന നിന്റെ വണ്ടീന്റെ പിറകിൽ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും അവിടെ? നിങ്ങളാണ് എന്താ ചെയ്യുക? എന്നോടല്ല ചോദ്യം. എന്റെ ലൈസൻസ് ഒക്കെ ഞാൻ ഏതോ കാലം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ചോദ്യങ്ങളല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇല്ല RT ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തെണ്ടിപ്പോവും. ആനയാണല്ലേ? ആനയാണ്. നായാണ് എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? വെളിച്ചെണ്ണ വെച്ചാൽ വൈക്കലിച്ച് വീഴുകയും ചെയ്യും. നായല്ലല്ലോ. നായ്ക്ക് തുമ്പിക്കൈ ഉണ്ടാവില്ലല്ലോ. അതും ഇല്ല. അതില്ല. അല്ലാന്ന് ഈ അങ്ങാടി കൂടി വേറെ കണ്ടമാനം വണ്ടി പോണില്ലേ? ഇഷ്ടംപോലെ വേറെ വണ്ടികളല്ലേ? സ്കൂട്ടറും ജീപ്പൊക്കെ ഇഷ്ടംപോലെ പോകുന്നില്ല. പിന്നെ എന്തിനാന്ന് പണ്ടാറാണെങ്കിൽ തിന്റെ വണ്ടിയിൽ വയ്യാത്ത അങ്ങനെ വരുന്നേ? ഇതുപോലത്തെ കുരുത്തം കെട്ട ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നിനക്ക് നീ ഇപ്പോഴൊന്നും പോണ്ട. നീ നേരെ RT ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ലൈസൻസ് എടുത്തിട്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഇതിന് എത്ര ഉറുപ്പിക കൊടുക്കണത് കിട്ടണേല്? ഇത് അങ്ങോട്ട് പോയിട്ട് മീഞ്ചാപ്പയിൽ കൊടുക്കണമാതിരി ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുന്ന സാധനമല്ല. ഇവിടെ ഇതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം കൂടെ റെസീറ്റ് എല്ലാം കൂടെ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4000 ഉറുപ്പെങ്കിലും അടക്കേണ്ടി വരും. 4000 വെളിച്ചെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുക? 4000 ഉറുപ്പ. ഇത് ബാർട്ടർ സമ്പ്രദായം ഒന്നല്ല, അതൊക്കെ പണ്ട് കഴിഞ്ഞു പോയി സുഹൃത്തെ.
മനസ്സിലായോ? 4000 ഉറുപ്പ്യ തന്നെ അവിടെ അടയ്ക്കണം. ആണല്ലേ? നമ്മളെ നാട്ടിൽ എത്ര ആൾക്കാർ ഓരോ ദിവസം പോയി ലൈസൻസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോ തന്നെ എത്ര ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. ഞാൻ എന്നാ മൊലാലിന്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ചൊന്നായിട്ട് ഇങ്ങോട്ട് എടുക്കട്ടെ. എങ്ങോട്ട്? നമ്മളെ പീഡിയയിലേക്ക് എന്നിട്ട് അയമുട്ടി ലൈസൻസ് തന്നെ കൊടുക്കാലോ. എന്തിനാ? 4000 രൂപയ്ക്ക് എടുത്തിട്ട് 4500 ആയിട്ട് കൊടുക്കില്ല പീഡിയെന്ന്. റീചാർജ് കൂപ്പനെ കൊടുക്കാനായി. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്തു, ഏതായാലും അയമുട്ടി ലൈസൻസ് മാത്രം ആക്കണ്ട. കുറച്ച് അയമുട്ടി RC ബുക്കും, കുറച്ച് അയമുട്ടി ഇൻഷുറൻസും, കുറച്ച് അയമുട്ടി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകണ്ട. 1000 ബാംഗ്ലൂരിൽ പോയിട്ട് ബൾക്കായിട്ട് പർച്ചേസ്